പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിന്റെ മാധ്യസ്ഥതയിലെ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കള്, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തെ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വിസ പ്രോസസ്സിലിരിക്കുന്നവരെ, വിസ പുതുക്കി കിട്ടാത്തവരെ, പല രേഖകൾ കിട്ടാത്തവരെ, അതുപോലെ തന്നെ യാത്ര മുടക്കമുള്ളവരെ, പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ളവരെ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാതെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ഓരോരോ ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ ജീവിക്കാൻ നോക്കുന്നവര്, കന്നുകാലികൾ വളർത്തിയും ചെറിയ കടകൾ നടത്തിയൊക്കെ ഉള്ളവര്, വളരെ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരുടെ ജീവിതത്തെ അങ്ങ് പുഷ്കരമാക്കണമേ. ഈ ആശീർവാദം കൊണ്ട് അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തെ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവേ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ പ്രിയപ്പെട്ട, ഈ ദിവസങ്ങളിൽ പള്ളികളിൽ വായിച്ചപ്പോഴേ ഞാനൊരു പരിവേദന സങ്കീർത്തനം കേട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹോസി പ്രവാചകന്റെ ആണ് അധ്യായം 6:6. ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദഹനബലികളല്ല, ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം. എന്റെ പ്രശ്നം, ദൈവം ആഗ്രഹിക്കുന്ന വിഷയം എന്താണ്? സ്നേഹമാണെന്ന്. ഇത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മള് പണ്ടേ ഞാൻ പള്ളിയെ കുറിച്ച് ഒരു പള്ളിയിൽ എനിക്ക് പണ്ട് മെയിൻ പരിപാടിയായിരുന്നു കുരിശിന്റെ വഴി. പള്ളി കഴിക്കുമ്പോ അത് ഒരു ഉച്ചക്ക് തുടങ്ങും, ഒരു 3 മണിയാകുമ്പോൾ തുടങ്ങും. ഒരു ബറ്റാലിയൻ അൽമേനികളെ, നല്ല അറിവ് പണ്ഡിത്യമൊക്കെ ഉള്ള അൽമേനികളെ കുരിശിന്റെ വഴി പ്രസംഗിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്യും. അത് എൻ്റെ മുറിയിൽ വിളിച്ചു കൂട്ടി. ഞങ്ങളെല്ലാം കൂട്ടുകാരാണ്. കാര്യം അന്ന് ഞാൻ കൊച്ചച്ഛനായിരുന്നു. അപ്പോൾ
ഇവരെല്ലാവരും എൻ്റെ പ്രായക്കാരെ തന്നെയാണ് അവരെല്ലാവരും എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കും. എന്നിട്ട് അവർ വെള്ളമൊക്കെ എടുത്ത് കറുത്ത കുരിശൊക്കെ പിടിച്ച് എൻ്റെ കൂടെ വരും. അപ്പം എന്നിട്ട് അപ്പം ഈ ഞങ്ങൾ മേഖലാ കുറിച്ചിന് വഴിയെന്നാ പറയണം വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 കുടുംബ യൂണിറ്റുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഒരു 2-3 വാർഡുണ്ടാവും. അപ്പം ഈ വാർഡിലുള്ള ആൾക്കാരെല്ലാം കൂടി ഇതിൻ്റെ കൂടെ കൂടും. അത് അവസാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 2 മണിയാകുമ്പോഴൊക്കെയാണ് ഇത് അവസാനിക്കണത്. അപ്പോൾ വെള്ളവും പെട്രോമാക്സും ഇതെല്ലാം ഒക്കെ ഇട്ട് ആൾക്കാരാണെങ്കിൽ വളരെ ഭക്തിയോടുകൂടെ അത് എന്താ വെച്ചാൽ ഇതിനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ഉള്ളത് കൊണ്ടും ഞാനിതൊക്കെ ഒരു മിഷനായിട്ടാണ് ചെയ്യണത്. കർത്താവിൻ്റെ അടുത്ത് ആരാധനയ്ക്കും ഒറ്റക്കൊക്കെ നിർന്ന് എപ്പോഴും ഇതിൻ്റെ വിശദത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെപ്പോഴും ചെയ്യുമ്പോഴേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാം ഇങ്ങനെ ഫങ്ഷനായിട്ടാണ് ആൾക്കാർ ചെയ്യേണ്ടത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു അഭിഷേകമായിരിക്കും അവിടെ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ നിറയത്തിൽ തമ്മിലിരിക്കും. എന്താ കാര്യത്തിൽ അവിടെ ആർക്കും അവരത് പ്രേയർ ചെയ്തല്ല ചെയ്യണം. അവരും മനുഷ്യന്മാർ ചെയ്യണ പോലെയൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ ഓരോരുത്തർ കാര്യങ്ങൾക്ക് വേണ്ടി അവരങ്ങനെ തിരക്കൊക്കെ കാണിച്ച് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ വേറെ ആയിരിക്കും. ദൈവം പോലും ഉണ്ടാകത്തില്ല അവരുടെ ചിന്തയിൽ ആ കാലത്ത്. അതുകൊണ്ട് ആ വീടുകളൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പിന്നെ ഇടവക വികാരിയാകുമ്പോൾ പോകണമല്ലോ എല്ലായിടത്തും. കരയുന്നവിടെ കരയണം, സന്തോഷിക്കുന്നവിടെ സന്തോഷിക്കണം. അതല്ലേ പോളിസി ദിവസം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ചിലയിടത്ത് ചെല്ലുമ്പോൾ സങ്കടം വരും, ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ല അഭിഷേകമായിരിക്കും. അപ്പം ഇതിപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യണ കാരണം നല്ല അച്ചടക്കമാണ്, നല്ല ആൾക്കാരുടെ അകത്ത് ലയിച്ചെന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ദിവസം തുടങ്ങിയപ്പോൾ ഒരു ചേടത്തി അവര് എല്ലാവരുമായിട്ട് കലഹം ഉണ്ടാക്കണ ചേടത്തിയാണ്. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പള്ളിയിലൊക്കെ ചൂടാകണില്ലേ, അത് ഇതുപോലെ കുറേ ജന്മങ്ങളെ കണ്ടിട്ട് അനുഭവിച്ചിട്ടാണ് ഈ പള്ളിയിലൊക്കെ ഇടയ്ക്ക് ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ ഇതൊക്കെ പറയണത്. അതായത് ഈ ചേടത്തി 12ാം സ്ഥലത്ത് വെച്ച് അത് നിങ്ങൾ ജനഗുരുക്കന്മാർ ചിലപ്പോൾ പൊടിക്കൈ പറയാമായിരിക്കും. അത് ഞാൻ ഈ പൊടിക്കൈയല്ലേ പറയണത്, ഞാൻ കണ്ട കാഴ്ചയാണ്. ഇവർ 12ാം സ്ഥലത്ത് വെച്ച് പോയി കളഞ്ഞൊരു ഒരു വീട്ടിലായിരുന്നത് 12ാം സ്ഥലം. എന്നിട്ട് പിന്നെ അവർ 14ാം സ്ഥലത്ത് പൊങ്ങി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ 12ാം സ്ഥലത്തെ വീട്ടുകാരുമായിട്ട് ഇവർക്ക് വഴക്കാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യും അവർ. പള്ളിയിൽ പോകും, കുർബാന കുമ്പസാരിക്കും, കുർബാന സ്വീകരിക്കും. പക്ഷേ ഈ മറ്റുള്ളവർക്ക് ഇതിൽ വിശ്വാസം പോകാൻ കാരണം ഇത് പങ്കെടുക്കുന്ന ആൾക്കാരുടെ കാട്ടായങ്ങളാണത്. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആൾക്കാരെ വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ, അത് നമുക്ക് ശരിക്കും ആത്മശോധന ചെയ്യേണ്ടതാണ്. മുൻപ് കാലത്ത് വിശ്വാസം ഉള്ളവർ കാണിക്കുന്ന വിശ്വാസരാഹിത്യങ്ങൾ. എൻ്റെ ഇടവകയിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പം ഇത് പറയണത് ശരിയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം കുർബാന ഞങ്ങളുടെ ഇടവകയിൽ ട്രഡീഷണൽ ഇടവകയായ കാരണം എല്ലായിടത്തും കുർബാന രോഗികൾക്ക് വെള്ളിയാഴ്ച കുർബാന കൊടുക്കണം, മാസാദ്യ വെള്ളിയാഴ്ച. അപ്പം അത് എല്ലായിടത്തും ഇങ്ങനെ അച്ഛൻ കൂടെ കൊടുക്കും. അപ്പോൾ ഈ അച്ഛൻ കൊടുക്കണമല്ല, ട്രഡീഷണൽ ആയതുകൊണ്ട് അച്ഛനെ ചെയ്യണമല്ല എന്ന് വിചാരിച്ച് ചെയ്യണതാ. അപ്പോൾ അച്ഛൻ കപ്പേരും കൂടെ പോകണമല്ല. അച്ഛന് 1ാമത്തെ കുർബാന കഴിയുമ്പോൾ കപ്പേര് 2ാമത്തെ കുർബാനൊക്കെ നിൽക്കുമല്ലോ. അതുകൊണ്ട് കപ്പേരിന് കൂടെ വരാൻ പറ്റത്തില്ല. അപ്പം അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ നേരത്തെ പോകണം. അച്ഛനെ നിൽക്കാൻ എന്താണ്? അച്ഛൻ എന്ത് ചെയ്യും? അച്ഛൻ കുർബാന പോക്കറ്റിലിട്ടുള്ളൂ. ആൾക്കാർക്ക് അറിയത്തില്ല ഈ കുർബാന ഇങ്ങനെ പോക്കറ്റിൽ ഇടുന്നുണ്ടോന്ന്. അന്ന് അങ്ങേര് ഞാൻ വളരെ കുഞ്ഞായിരുന്നു. ഞാൻ സെമിനാരിലൊക്കെ പഠിക്കണ 1ാം 2ാം കൊല്ലമൊക്കെ പഠിക്കും. പക്ഷേ ആ അച്ഛൻ കൊച്ചച്ഛനാണ്. പക്ഷേ അത് നമ്മളെ കുർബാന കൊണ്ട് നെഞ്ചത്ത് വെച്ച് ഒരു മാല പോലെ ഒരു സംഭവം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുർബാന അടക്കം ചെയ്തിട്ട് അത് നെഞ്ചത്ത് പൊക്കി വെച്ചിട്ട് കപ്പേര് മണിയടിച്ചിട്ടാണ് പോണത്. ഇപ്പം ഇന്ന് മണിയടിയുണ്ടോയെന്നൊന്നും നമുക്കറിയത്തില്ല പള്ളികളിൽ. പക്ഷെ എന്നാലും ആ കൈ പൊത്തി കുട പിടിക്കുമ്പോൾ അറിയാൻ പറ്റും കുർബാന ഉണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഇത് ജനങ്ങൾ അവസാനം കണ്ടുപിടിച്ചു അച്ഛൻ ഇങ്ങനെ കുർബാന അലക്ഷ്യമായിട്ട് കൊണ്ടുപോകണമെന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് അച്ഛനാണെന്ന് പറഞ്ഞാലും ശരി,
അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിൽ നിന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങ് മനസ്സിൽ അറിയാതെ ചെയ്യണതായിരിക്കും, സൗകര്യത്തിന് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ എന്താണ് അതിൻ്റെ അകത്തൊരു സ്നേഹക്കുറവുണ്ട്. അതാണ് പറഞ്ഞത്, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, സ്നേഹമാണ്. ഇപ്പം ഈ ചെടുത്ത് ചെയ്ത് അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്. അവർ ആ 12ാം സ്ഥലത്ത് മുങ്ങിയിട്ട് 14ാം സ്ഥലത്ത് പൊങ്ങണം. അപ്പം ഇങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അർത്ഥം നഷ്ടപ്പെട്ട് അത് അനാചാരമായിട്ട് മാറും. നോൻപ് കാലത്ത് ആചാരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ആചാരങ്ങൾ കൂടുതലാണ് നോൻപ് കാലത്ത്. പക്ഷേ അർത്ഥം നഷ്ടപ്പെട്ട സ്നേഹത്തിൽ വളരുന്നില്ല, അനുരഞ്ജനപ്പെടുന്നില്ല. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് നിനക്ക് ശത്രു ബാക്കി അവശേഷിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെയ്ത മുഴുവനും അനാചാരമാണ്. ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷവും അതിൽ ആ നഗരി കാണിക്കലും, ചില പള്ളികളിലൊക്കെ നഗരി കാണിക്കലില്ലേ, എന്തോ ഒരു ഇടിയാൻ ആൾക്കാരവിടെ രൂപം മുത്താനൊക്കെ. പക്ഷേ അതിനുശേഷം ആ ശത്രുതയായിട്ട് നിൽക്കുന്നു. കർത്താവിൻ്റെ തിരുസ്വരൂപം മുത്താൻ വേണ്ടി ഇടിച്ച ആൾക്കാരുടെയും ശത്രുതയായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോഴെന്താ പറ്റേണ്ടത്? അർത്ഥം, ആചാരത്തിന് അർത്ഥം നഷ്ടപ്പെട്ട് അയാൾ കാണിച്ചത് അനാചാരമാണ്. അതുകൊണ്ടാണ് ദൈവതിരുസന്നിധി അസ്വീകാര്യമായി മാറുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം നോൻപ് കാലത്ത്. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പം ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹം. അതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ആദ്യം അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാനിവിടെ ആദ്യം സാക്ഷ്യം പറയുന്നത്, ഞങ്ങളുടെ 12 വർഷമായി. എൻ്റെ പേര് ഷീബ, മണ്ണാർക്കാട് നിന്നും വരുന്നു, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. ഞങ്ങൾ 12 വർഷമായി താമസിച്ചിരുന്ന വീട് ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ആയിരുന്നു. അത് അനിയനും എൻ്റെ ഭർത്താവിനും കൂടി എഴുതി വെച്ചതായിരുന്നു. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഭർത്താവിൻ്റെ അനിയന് അത് എഴുതി കൊടുത്തു. ആ ജ്യേഷ്ഠൻ ഞങ്ങളോട് 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനെന്നും ഈശോയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ കൂടെയാണ് ഞാൻ കൃപാസനത്തിൽ കണ്ടത്. ഇവിടെ വന്ന് ഞാൻ 2019 ഒക്ടോബറിൽ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയും എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു. അച്ഛൻ മുകളിലേക്ക് കയറിപ്പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകയും കൂടി ഉണ്ടായിരുന്നു. സോണി എന്നാണ് അവളുടെ പേര്. ഞങ്ങൾ 2 പേരും അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കേ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചു വന്ന് എന്നോട് എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊക്കെ എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു.
അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവ് നോക്കിക്കോളുമെന്ന്. അങ്ങനെ 2020 മാർച്ചിലായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എഗ്രിമെൻ്റ് വെച്ചിരുന്നത് വീടിൻ്റെ സ്ഥലത്തിൻ്റെയും. എന്നിട്ടും എനിക്ക് 12 ലക്ഷം രൂപ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു ബ്രദറിനോട് ഇങ്ങനെ ആവശ്യപ്പെട്ട് എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് മാർച്ച് 25 രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു മോള് ധൈര്യമായിട്ട് പോക്കോ, മാർച്ച് 20 മുമ്പേ നിനക്ക് പൈസ നിൻ്റെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയുടെ മരുമകളുടെ വീട്ടുകാരാണ് എനിക്ക് ആ പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചത്. അതുപോലെ എൻ്റെ സഹപ്രവർത്തകരും എല്ലാം എന്നെ സഹായിച്ചിരുന്നു ആ വീടും സ്ഥലവും മേടിക്കാൻ വേണ്ടി. അമ്മ മാതാവിനോട് 1000 നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും മതിയാവില്ല. വീട് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ. എൻ്റെ കുഞ്ഞിനെ അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നീറ്റ് എക്സാം എഴുതുക, ഐക്കർ എഴുതി. അവളുടെ ആഗ്രഹം മെഡിസിൻ ആയിരുന്നു. അമ്മ തീരുമാനിച്ചത് അവൾക്ക് അഗ്രികൾച്ചറായിരുന്നു. അവൾക്ക് മെറിറ്റിൽ തന്നെ അഗ്രികൾച്ചറിന് കിട്ടി. ഇപ്പോൾ അവൾ മഹാരാഷ്ട്രയിൽ പഠിക്കുന്നു, 2ാം വർഷം. അതുപോലെ 2015 എൻ്റെ ഭർത്താവിൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നതാണ്. ഇന്നലെ ഞങ്ങൾക്ക് പട്ടയത്തിനുള്ള ഓർഡർ കിട്ടി. അതുപോലെ എൻ്റെ കയ്യിൽ 3 വർഷമായിട്ട് ചൊറിച്ചിലായിരുന്നു, കൈയുടെ ഈ മുട്ടിന് താഴെ മാത്രം. അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ആദ്യ സമയത്ത് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. 2020 നവംബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് തൈലം കിട്ടി. അന്ന് ഞാൻ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തേച്ച് എൻ്റെ കയ്യിലെ ചൊറിച്ചിൽ മാറുകയും ചെയ്തു. അമ്മേ മാതാവേ 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും കോടാനകോടി നന്ദി. ഞാൻ 2017 മുതൽ ഞാൻ പാലായിലാണ്, പാലാ സ്വദേശിയാണ്, പാലാ കുരുവിനാൽ ഇടവക്കാരനാണ്. 2017 ജൂലൈ മുതൽ ഉടമ്പടിയിലുള്ളയാളാണ്. ഞാനിവിടെ സാക്ഷ്യം പല പ്രാവശ്യം എഴുതി കൊടുക്കുകയും പറയുകയും. എൻ്റെ പേര് ജോസ്. ഞാൻ ഒരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനുവേണ്ടി ആരുടെ സഹായമില്ലാതെ എല്ലാവരും എതിർപ്പായിരുന്നിട്ട് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ കുട്ടി തിരികെ വന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ, രോഗസൗഖ്യമൊക്കെ ഉടമ്പടിത്തേല കൊണ്ടുപോയി പുരട്ടുമ്പോഴേ സൗഖ്യപ്പെടുന്ന അനേക സൗഖ്യങ്ങളും അനുഭവങ്ങളും കൂടപ്പുറപ്പായിട്ട് എന്നുമുണ്ട്. അതൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പം 2 സാക്ഷ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് അവസാനം പറയാനിരിക്കുന്നത്, ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛന് സ്ട്രോക്ക് വന്നു പെട്ടെന്ന്. 6 മണിക്കൂർ ആരും കാണാതെ കിടന്നു. അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു രക്ഷയില്ല, ഇനി മരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഞാൻ ആ സൺഡേ സ്കൂളിലെ അധ്യാപകനാണ്. ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ച് ഞാൻ മാത്രമേ ഉടമ്പടിയിലുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ച് 3.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും സൗഖ്യമായി. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അച്ഛനെ കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. അച്ഛൻ ആദ്യം പറഞ്ഞത് ഉടമ്പടി തൈലം കൊണ്ടുപോയി നീ പുരട്ടുക. അത് കഴിഞ്ഞ് അച്ഛനോടൊന്ന് ആശീർവദിച്ചിട്ട് അച്ഛൻ തന്നെ പുരട്ടാനും പറഞ്ഞു. അച്ഛൻ്റെ ഒരു കൈക്ക് കുഴപ്പമില്ലായിരുന്നു പുരട്ടാൻ. അച്ഛൻ തന്നെ അങ്ങനെ പുരട്ടി 2 തവണ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. 3.5 ആഴ്ച കൊണ്ട് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. പിന്നെ വിശ്രമ ജീവിതമായിരുന്നു. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി, സംസാരിക്കാൻ അല്പം തടസ്സമുണ്ടായിരുന്നു, നടക്കാനൊട്ടും പറ്റുകയില്ലായിരുന്നു, പരസഹായം വേണമായിരുന്നു. ഈ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് പുതിയ പള്ളി പിതാവ് വികാരി സ്ഥാനത്തോടുകൂടി കൊടുത്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. അതുപോലെ എനിക്കൊരു കടമുണ്ടായിരുന്നത്, ഒരു സ്ഥലത്തിന് പൈസ കൊടുത്തിട്ട് പൂർണ്ണമായിട്ടും പൈസ കൊടുത്തിട്ട് എഴുതി തന്നില്ല, കളിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പേരിൽ വന്ന കടം ഇങ്ങനെ കൂടിക്കൂടി ഒത്തിരി 10-30 ലക്ഷം രൂപയായി. അത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് എല്ലാ പ്രാവശ്യവും പുതുക്കുമ്പോൾ നിയോഗം വെക്കും. അച്ഛനെ പല പ്രാവശ്യം കാണാൻ പറ്റി കഴിഞ്ഞ വർഷം വരെ. അതെല്ലാം കുറച്ച് 33 ലക്ഷം ആയത് വെറും 7.5 ലക്ഷം രൂപയിലായി. അതും ഗഡുക്കളായിട്ട് അടച്ച് അതും തീർത്തു. ഏറ്റവും ചുരുക്കി പറയുകയാണ്, സമയം കളയാതെ പറഞ്ഞാൽ തീരുകയില്ല. അതുപോലെ പറയാനുണ്ട്. മറ്റനേകം രോഗസൗഖ്യത്തിൻ്റെ കാര്യം എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അന്നേരം സ്വന്തം കാര്യത്തെക്കാളും കൂടുതൽ നടക്കാറുണ്ട്.
ഞാൻ അതുകൊണ്ട് ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഇന്നും 2 പേരെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി അടുപ്പിച്ചിട്ടുണ്ട്. പുതുക്കാർ മിക്കവാറും മാസത്തിലൊന്നുകൂടെ വരുന്നതാണ്. ഈശോയ്ക്ക് തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ആലിസ് വർഗീസ്. ഞാൻ മുംബൈയിൽ നിന്ന് വരുന്നു. ഞാൻ 2020 ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത്. അപ്പം 2020 ഒക്ടോബറിൽ എൻ്റെ ഭർത്താവിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു. വീട്ടിൽ വെച്ച് ആയിരുന്നു, പക്ഷേ അത് അത്രയും സിവിയർ ആയിരുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഉടൻ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും ഉടമ്പടി തൈലം നെഞ്ചിലും പുറത്തും കുരിശ് വരച്ച് തടവിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ തിരുക്കച്ചയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊള്ളണമേ, ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് മുംബൈ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ 2.5 മണിക്കൂർ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ട് കാരണം വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് 2.5 മണിക്കൂർ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു. ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ടാക്കി. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വളരെ ലക്കിയായിട്ടുള്ള ആൾക്കാരാണ്, കാരണം വളരെ ഒരു മിറക്കിളാണ് സംഭവിച്ചത്. കാരണം ഈ 2.5 മണിക്കൂർ ബൈ റോഡ് വരുന്ന സമയത്ത് എന്തും സംഭവിക്കായിരുന്നു, ആൾ കൈവിട്ട് പോയേനെ. പക്ഷേ യാതൊരു കുഴപ്പമില്ലാതെ ഇവിടം വരെ എത്തിയത് തന്നെ വളരെ വലിയ മിറക്കിളാണെന്നുള്ള ഒരു ഇത് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകന് കുടുംബവും അമേരിക്കയിലാണ്. അവർക്ക് ഈ കൊറോണ വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത് അവന് കുടുംബമായിട്ട് അവനും ഭാര്യയ്ക്കും 2 മക്കൾക്കും കൊറോണ വന്നു. ഞങ്ങൾ വളരെ വിഷമത്തിലായിപ്പോയി. കാരണം ഞങ്ങൾക്ക് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം വെച്ച് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മ അവർക്ക് ഇത് കൊറോണ ന്യൂമോണിയ ഒന്നും ആകാതെ തന്നെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവനെ പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചു. അപ്പോൾ ആ അവസരത്തിൽ അവർ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ മധ്യസ്ഥം തന്നെ വിളിച്ച്, എൻ്റെ കൃപാസനം അമ്മേ, കുഞ്ഞുങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീട് ഒരുക്കി കൊടുക്കണമേ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വലിയ മധ്യസ്ഥതയാൽ നല്ലൊരു വീട് അവന് കഴിഞ്ഞ ജനുവരിയിൽ തന്നെ എടുക്കുവാനും അതിൽ താമസിക്കുവാനുമുള്ള അനുഗ്രഹം ലഭിച്ചു. അതുപോലെ അവന് പ്രമോഷൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ജോലി സമയത്ത് പ്രമോഷൻ കിട്ടാനൊക്കെ. കാരണം അവൻ്റെ മാനേജർ എപ്പോഴും ഇവൻ്റെ പ്രമോഷനും ശമ്പള വർധനവും തടഞ്ഞു വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ ഇത് ചേർത്ത് വെച്ച് ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവന് ഡബിൾ പ്രമോഷൻ കിട്ടുകയും ശമ്പളം അതുപോലെ തന്നെ കൂട്ടി കിട്ടുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2ാമത്തെ മകന് 30 വയസ്സായിട്ടും വിവാഹമൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വെച്ചു. മകനെ കൊണ്ട് ഓൺലൈനിലും ഉടമ്പടി എടുപ്പിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ലൊരു വിവാഹാലോചന വന്നു. ഒരു പെൺകുട്ടിയെ മാത്രമേ ഞങ്ങൾ കണ്ടുള്ള ഒറ്റ ആലോചനയിൽ തന്നെ 2 വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയും കല്യാണം എല്ലാം ആലോചന മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ കഴിഞ്ഞ ആഴ്ച 8-ാം തീയതി വിവാഹം ഉറപ്പിക്കുകയും ജൂലൈ 2-ന് കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2021 ഒക്ടോബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിന് ഭയങ്കര വേദനയും നീരുമായിരുന്നു. എനിക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും നിന്ന് കരയുമായിരുന്നു. ഒരു 3-4 ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണമെന്ന് വിചാരിക്കുമെങ്കിലും മടി കാരണം ഞാൻ അങ്ങനെ പോകാതിരുന്നു. അപ്പോൾ ഒക്ടോബർ 12 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഞാൻ ഓൺലൈൻ വഴി ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ലാസ്റ്റിൽ ആരാധനയുടെ സമയത്ത് ഒരു മെസ്സേജ് പറഞ്ഞു, ഇടത് ബ്രസ്റ്റിന് നീരും വേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ഒന്നിച്ചിരുന്നാണ് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. ഞാനപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കാര്യം തന്നെ അച്ഛൻ പറയുന്നതെന്ന് പറഞ്ഞ് ഞാനത് ക്ലെയിം ചെയ്യുകയും എനിക്ക് ആ നിമിഷം തന്നെ ആ വേദന പെട്ടെന്ന് കുറഞ്ഞു വരികയും ഈ ബലൂണിൽ നിന്ന് കാറ്റ് വിടുന്ന മാതിരി ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. പെട്ടെന്ന് തന്നെ എനിക്ക് ആ ബ്രസ്റ്റിന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.